ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. എന്തുണ്ട് വിശേഷം? എന്തുണ്ട്? സുഖമായിരിക്കുന്നോ? ഇല്ലേ? 2 ദിവസം കൊണ്ട് നല്ല തിരക്കായി. അപ്പോൾ നമുക്ക് ഇന്ന് തിരുവാതിര ഇല്ലേ, തിരുവാതിരയുടെ എല്ലാ ലക്ഷണങ്ങളും തുടങ്ങി നിൽക്കുന്ന സമയത്ത് തിരുവാതിരയെക്കുറിച്ച് പറയാതെ മറ്റെന്തിനെക്കുറിച്ച് പറയാം. ആദ്യമേ തന്നെ പറയട്ടെ, തിരുവാതിര ദിവസം ജപിക്കാനുള്ള നാമങ്ങൾ കൃത്യമായിട്ട് അതാത് സമയമെടുത്ത് ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ എന്ത് ചെയ്യണം, അഭിജിത്തിൽ എന്ത് ചെയ്യണം, ഉച്ചയ്ക്ക് ശേഷമുള്ള മധ്യാഹ്നത്തിൽ എന്ത് ചെയ്യണം, വൈകുന്നേരം സന്ധ്യാജപം എങ്ങനെ, അതുപോലെ തന്നെ ദശപുഷ്പം ചൂടുന്ന എങ്ങനെ, എട്ടങ്ങാടി എല്ലാം ചേർത്തിട്ടാണ് അല്ലേ. അപ്പോൾ അത് സമയവും സൗകര്യവും എടുത്ത് വ്രതം നോക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് 2 ദിവസം മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാം മാത്രമല്ല, ഇവിടെ ഈ യജ്ഞത്തിൻ്റെ തിരക്കാണ്. അല്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് ഒരിക്കൽ കൂടി അതെല്ലാം ഒരിക്കൽ കൂടി പറഞ്ഞു തരുന്നതിന് എത്ര പറഞ്ഞു തരുന്നതിനും സന്തോഷമല്ലേ ഉള്ളൂ ഇല്ലേ. മംഗളാതിര നൽപുരാണം എങ്കിലോ കേട്ടാലോ ചാരുശീലേ. മംഗളാതിര നൽപുരാണം എങ്കിലോ കേട്ടാലോ ചരുശീലേ. അങ്ങനെ നമുക്ക് തുടങ്ങാം ഇല്ലേ. തിരുവാതിര 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 രാത്രി മംഗല്യ സഖിമാരിതാടും ശുഭരാത്രി. അങ്ങനെയും ആവാം. ഇല്ലെങ്കിൽ വിരവിരട കുമാരവിഭ ചാരുഗുണതര സാഗരഭ മരലവണ്യ നരിമനോഹരിലവണ്യ ജയ ജയ പുരികരുണ്യ ജയ ജയ ഭാരത്യ മേളത്തോട് തിരുമി വണങ്ങി കൊമ്മി അടിച്ചിടണം. അങ്ങനെയും ആവാം. ഇല്ലെങ്കിലോ പിന്നെ ഏതാണ്ട് ജയ ജയ നഗകേതന ജഗദീപത്തെ ജയ ജയ നഗകേതന. അങ്ങനെയും ആവാം. ഇല്ലെങ്കിൽ വേറെ പ്രശസ്തമായ ഒരുപാട് കുമ്മികളുണ്ട് ഇല്ലേ, ഒരുപാട് പദങ്ങളുണ്ട്. കഥകളി പദങ്ങൾ തന്നെ ഒരുപാടുണ്ട്. യാമി യാമി ഭൈമി കാമിതം പലപ്പോഴും ആ പാട്ട് നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ ആ പദം നമ്മൾ യാമി യാമി ഭൈമി കാമിതം ശീഘ്രം സദയേ പാർവണേന്ദു. അത് പലപ്പോഴും വന്നു നിൽക്കുക ആ വളരെ പോപ്പുലർ ആയിട്ടുള്ള മലയാളം സോങ്ങിലാണ് അല്ലേ. പാർവണേന്ദു മുഖി പാർവതി നീതേശ്വരന്റെ ശൈലപുത്രിക്കുള്ളം തെളിഞ്ഞു. പാർവണേന്ദു മുഖി പാർവതി പരമേശ്വരന്റെ അലിഞ്ഞു എന്ന് പറയുന്ന തിരുവാതിര ചൂടാവാം. അങ്ങനെ ഞാനങ്ങു പോവ എന്ന് പറയുന്ന തിരുവാതിര ചൂടാവാം. പങ്കജാക്ഷൻ കടൽ വർണ്ണൻ വാസുദേവൻ ജഗന്നാഥൻ നരദാദി മുനി ജന സേവിതൻ കൃഷ്ണൻ എന്ന് പറയുന്നതും ആവാം ഇല്ലേ. ഏതും ആവാം. ഭക്തിയാണ് പരമപ്രധാനമായിട്ടുള്ള ഭാവം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വം. അതാണ്, ഭക്തിയാണ്. അപ്പോൾ വെറും തിരുവാതിര ചുവട് ഇല്ലേ, വൈകുന്നേരം രാത്രിയാവുമ്പോൾ വെറും തിരുവാതിര ചുവട് ആണോ അതിൻ്റെ ലക്ഷ്യമല്ലേ? അല്ല. പകല് മുഴുവൻ നാമസങ്കീർത്തനം, വളരെ മിതമായ ആഹാരം, നാമസങ്കീർത്തനം. അപ്പം മിതത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനെ ക്ഷീണിപ്പിക്കാത്ത തരത്തിലുള്ള ആഹാരം. നമ്മൾ ആ ഒരു ആഹാരം ഒരു പരിധിക്കപ്പുറം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ശരീരം ക്ഷീണിക്കും ഇല്ലേ. കല്യാണ സദ്യ കൊണ്ട് കഴിഞ്ഞാൽ ഒന്ന് കിടക്കണം ഉറങ്ങണം എന്നൊക്കെ തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആഹാരം വളരെ മിതമായിട്ട് നിയന്ത്രിച്ചൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഇല്ലേ. വട്ടത്തിൽ തിരുവാതിര ദിവസം സാധാരണ ഞാൻ ഇന്ന് ആഹാരക്രമത്തിനെ കുറിച്ച് കൂടുതൽ പറയുന്നത് ഈ മറ്റു വീഡിയോകളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഈ ആഹാരത്തിൻ്റെ കാര്യത്തിനകത്ത് ഞാൻ അത്ര അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്തിരുന്നില്ല. കാരണം നമുക്കിതെല്ലാവരും അറിയുന്നതാണല്ലോ. അപ്പോൾ ആ വീഡിയോ ഇന്നലെ
ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇല്ലേ. അത് അപ്പോൾ പലരും ചോദിക്കുന്ന കാര്യം, സാർ ആഹാരത്തിൻ്റെ കാര്യത്തിനകത്ത് സാർ അതിൻ്റെ ഒരു ക്രമം പറഞ്ഞില്ലല്ലോ എന്നുള്ളത് ഇല്ലേ. തിരുവാതിര നോക്കും നേരം ഇങ്ങനെ ചൊല്ലാം ഞാൻ സഖി. ഇതൊക്കെ വായ്ത്താരികളുടെ രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഇല്ലേ. വട്ടത്തിൽ നന്നായി നുറുക്കും കായും ഈന്തപ്പഴം പിന്നെ ചെറുപഴവും നന്നായി ചേർത്ത പഴം നുറുക്കും പപ്പടം ടപ്പടമായിടും നോൾ കാലത്തെ ഭക്ഷണമെന്നു ചൊല്ലാം. എന്ത് രസമായിട്ടാണ് പറഞ്ഞേക്കണതില്ലേ ഇല്ലേ. വട്ടത്തിൽ നന്നായി പഴം നുറുക്കും. വട്ടത്തിൽ നുറുക്കിയ നേന്ത്രക്കായാവാം. അത് നേന്ത്രപ്പഴമല്ല എന്നുള്ളതാണ് എൻ്റെ വ്യത്യാസം. ഈ നേന്ത്രക്കായ ഉണ്ടല്ലോ, നമ്മുടെ പച്ചക്കായ ഉണ്ടല്ലോ, അത് ആ കാ നന്നായിട്ട് പുഴുങ്ങിയതാവാം. ശരിക്ക് ഈ തെക്കൻ തിരുവിതാംകൂറിൽ ഈ കായ പുഴുങ്ങിയത് കുറവായിരുന്നു. ഈ വളരെ അടുത്ത് നമ്മൾ ഈ പ്രക്കാനം ക്ഷേത്രത്തിലെ യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് യജ്ഞത്തിൻ്റെ ഇതിനെ നോക്കുമ്പോൾ പലപ്പോഴും അവിടെ കായ പുഴുങ്ങിയത് അവിടെ ഭഗവതി എന്താ പറയുന്നത് ഒരു ആഹാരക്രമമാണ് അല്ലേ. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇല്ലേ, മധ്യ കേരളത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ആഹാരക്രമം അല്ലേ. അത് ഇപ്പോൾ തിരുവാതിരയെക്കുറിച്ച് പറയുമ്പോൾ തിരുവാതിര പാട്ടുകളിൽ, തിരുവാതിര ശീലുകളിലുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ സാറായിരുന്നു പറഞ്ഞത് ഈ തിരുവാതിര ശീലുകൾക്കകത്തുള്ള ഭക്ഷണക്രമങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇങ്ങനെ പലതും ഇങ്ങനെ നമ്മൾ പലതും ചൊല്ലി നോക്കുമെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് അർത്ഥമറിഞ്ഞ് നമ്മൾ ചൊല്ലുക, നമ്മൾ ചിലപ്പോൾ ഇതാരെങ്കിലും ശ്രദ്ധിക്കുമ്പോഴാണ്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇല്ലേ. കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ ഈ ആഹാരക്രമം പറഞ്ഞിട്ടില്ലെന്നാണ് വിശ്വാസം. എന്താണെങ്കിലും അതൊന്ന് കേൾക്കാം. വട്ടത്തിൽ നന്നായി പഴം നുറുക്കും ഈത്തപ്പഴവും ചെറുപഴവും നല്ല പഴം പപ്പടവും ടപ്പടം ടപ്പടം പപ്പടവും ഇതു ചേർന്നതല്ലോ പുലർകാല ഭോജ്യം. ഇത് ചേർന്നതാണ് പുലർകാലത്തിലെ ഭോജ്യം. തിരുവാതിര ദിവസം നേന്ത്രക്കായയാവാം, ഈത്തപ്പഴമാവാം, ചെറുപഴമാവാം, പഴം നുറുക്കാവാം, പപ്പടമാവാം ഇല്ലേ. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് വേണമെന്നില്ല, ഇതിലേതെങ്കിലും ഒന്നും മതി കേട്ടോ ഇല്ലേ. ഇത് പറഞ്ഞതെല്ലാം കൂടെ നോക്കുമ്പോഴേക്കും 1 കിലോ വരുമായിരിക്കും. അതല്ല, വളരെ ഒരു കൈക്ക് താഴെ കൊള്ളുന്നത് മതി, ധാരാളം ഇല്ലേ. പിന്നെയോ ചാമയും ഗോതമ്പും ഉപ്പുമാവും കൂവപ്പൊടി വെള്ളം ഊറ്റുവതും. കൂവപ്പൊടി വെള്ളത്തിൽ ഊറ്റിയെടുത്ത് ശർക്കര ചേർത്ത് കുറുക്കിയെടുക്കുന്ന ഇതും നമുക്ക് തിരുവാതിരയ്ക്ക് ഇല്ലേ. കൂവപ്പൊടി തിളച്ച വെള്ളത്തിൽ കുറുക്കി ശർക്കര ചേർത്തെടുക്കുന്നത്. ഈ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ കുറുക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ ഏതാണ്ട് ഇതിൻ്റെ ഒരു വകഭേദമായിട്ട് വരും ഇല്ലേ. അങ്ങനെയും ആവാം ഊറ്റിയെടുക്കുക. പിന്നെ ചിരകിയ തേങ്ങ നേന്ത്രപ്പഴത്തിലിട്ട്, നേരത്തെ പറഞ്ഞ നേന്ത്രക്കായ, ഇത് നേന്ത്രപ്പഴത്തിലിട്ട് വട്ടത്തിൽ നോക്കിയതാവാം. ഇതെല്ലാം പെടുമെന്നാണ് പറയുക. ഉച്ചയ്ക്ക് ഭക്ഷണം ഗോതമ്പ് കഞ്ഞിയോ ചാമച്ചോറോ ആവാം തിരുവാതിരയ്ക്ക് ഇല്ലേ. അരിയാഹാരം ഒരു ദിവസം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊന്ന് ഒരു ബ്രേക്ക് കൊടുക്കാം അല്ലേ. അങ്ങനെ അരിയാഹാരമാവാം, ഗോതമ്പോ ചാമയോ ആകാം. പിന്നെ വറുത്ത കായ, വൻപയർ, കൊള്ളിക്കിഴങ്ങ്, കായ ചേർത്ത പുഴുക്ക്, ചെറിയ ചേമ്പ്, വെള്ളരി, മോരൊഴിച്ച വെന്നി, ചെറുപയർ, ചെറുകടല വേവിച്ച ശർക്കരയും ചിരകിയ തേങ്ങയും ചേർത്തത്, കാച്ചിൽ വേവിച്ച ഉപ്പും മുളകും ചേർത്തത്, കാച്ചില് തേങ്ങാപ്പാലിൽ ഉടച്ചെടുത്തത്. ഇങ്ങനെ പല 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 ആഹാരക്രമങ്ങളെ കുറിച്ച് പറയുന്നു. അതുപോലെ ഈ മധ്യ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക ഒരു വിഭവമാണ് കണ്ടുവരുന്നതാണ് ഗോതമ്പ് ചോറ്. സാധാരണ എനിക്ക് തോന്നുന്നു ഈ സെൻട്രൽ ട്രാവൻകൂറിൽ ഗോതമ്പ് ചോറ് തിരുവാതിരയ്ക്ക് ഒരു പതിവ് വിഭവമാണ്. പിന്നെ ഞാനിങ്ങനെ ഓരോന്നിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാമസങ്കീർത്തനത്തിലിരിക്കുന്ന അമ്മമാരിലെ പലരും തെക്കൻ കേരളത്തിലുള്ളവരുണ്ട്, മധ്യ കേരളത്തിലുള്ളവരുണ്ട്, ഉത്തര കേരളത്തിലുള്ളവരുണ്ട്, പിന്നെ ഒരു പാൻ നേച്ചറുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് എടുത്തെടുത്ത് പറയുന്നത് അല്ലേ. അതാ ഇപ്രാവശ്യം തിരുവാതിര ഈ തിരുവാതിര നോക്കുന്നത് ഈ യജ്ഞത്തിൽ അപവൃത സ്നാനത്തോടുകൂടി ആയതുകൊണ്ട്, അപവൃത സ്നാനമൊക്കെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ സാധാരണ 2 or 3 ക്ഷേത്രങ്ങൾ കാണാം ഈ അമ്മമാരൊക്കെ ആനന്ദത്തോടുകൂടി. ഞാൻ പലപ്പോഴും ആലോചിക്കും എത്ര വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അമ്മമാരൊക്കെ ആനന്ദത്തോടുകൂടി
ഇല്ലേ? മറ്റെല്ലാ സ്ട്രെസ്സും മറന്ന് പങ്കജക്ഷൻ കടൽ വർണ്ണൻ വാസുദേവൻ ജഗന്നാഥൻ നാരദാദി മുനി ജനസേവി കൃഷ്ണൻ നാരദാദി മുനി ജനസേവിതൻ കൃഷ്ണൻ എന്ന് വട്ടത്തിൽ ചുവട് വെച്ച ഇല്ലേ? എന്താണെങ്കിലും ശിവപാർവതി സങ്കല്പത്തിലാണ് നമ്മൾ തിരുവാതിര. വളരെ പ്രശസ്തമായ ഒരു തിരുവാതിര പാട്ട് സാറ് വിട്ടുപോയി എന്ന് കമന്റ് കാണുന്നുണ്ട്. അത് കാണുന്നുണ്ടമ്മ, എനിക്ക് മനസ്സിലായി. ഉദ്ദേശിച്ച പാട്ട് ആ പാട്ട് പറഞ്ഞാൽ എന്തോ ഒരു 5 സ്റ്റാർ മേടിച്ചു തരണം. ഞാനിപ്പോൾ ആ പാട്ട് പറഞ്ഞുതരാം. പാർവണേന്ദു മുഖേ പാർവതി. പക്ഷെ ഈ പാട്ട് ഞാൻ പറഞ്ഞതാണല്ലോ. ഇത് ഞാൻ തൊട്ട് മുമ്പിൽ നമ്മൾ ആ തിരുവാതിരയുടെ ശീലുകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ അമ്പട കേമ എന്നെ പറ്റിക്കാൻ എനിക്ക് വന്നു. ശരി. ഈ പാട്ട് ഞാൻ പറഞ്ഞതാ. ഈ പാട്ട് ഞാൻ കുറച്ച് നേരത്തെ നോക്കട്ടെ എന്നെ നോക്കി പേടിപ്പിക്കുന്നു വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതാ. ഞാൻ ആ തിരുവാതിര പാട്ടുകളുടെ കൂട്ടത്തിൽ ഞാൻ ഈ പാട്ട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അതാ കമന്റ് ബോക്സിനകത്ത് വരുന്നു കായിൽ തുടങ്ങുമെന്ന്. കായിൽ തുടങ്ങുന്ന പാട്ടോ? കായ് തുടങ്ങുന്ന ഏത് പാട്ട്? ഒന്ന് സഹായിക്കും ഈ അമ്മമാരെ കാര്യം. ഇവരെല്ലാവരും ഇരുന്നിട്ട് തന്നെ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണെന്നില്ലേ? കായില് തുടങ്ങുന്ന പാട്ട്. കല്യാണി കളവാണി ചൊല്ലു നീയാരെന്നും കന്യകനിയാരുടെ പുത്രിയാരെന്നും. കിട്ടി കായില് തുടങ്ങുന്ന ഇല്ലേ? സാർ ഉത്തരാസ്വയംവരം പറഞ്ഞില്ല. ഉത്തരാസ്വയംവരത്തില് വിരാട കുമാര വിഭോ ചാരുഗുണതര സാഗര ഭോ. ഈ കുമ്മി വളരെ പ്രശസ്തമായ കുമ്മിയാണ്. ഞാൻ രാവിലെയും ഉച്ചത്തേക്കുള്ള ഈ ആഹാരക്രമം എന്ന് പറഞ്ഞിട്ട് ഇല്ലേ സാർ, ഇനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പൊന്നു ഗുരുജി, നമ്മള് ആഹാരം വിട്ടൊരു കളിയില്ല എന്നല്ലേ പറയാൻ വന്ന. അതെ, തിരുവാതിര വ്രതം ആഹാരം ഇനിയിപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോംപ്രമൈസ് ചെയ്താലും നാമജപത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നാമം ഉമാമഹേശ്വരായ നമ, ഓം മംഗല്യപ്രദായ നമ, ഓം ഐരാരോഗ്യപ്രദായ നമ എന്നുള്ള നാമത്തിൽ യാതൊരു കോംപ്രമൈസും, നോ കോംപ്രമൈസ് അറ്റ് ഓൾ ഇല്ലേ? നാമത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരണമെന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മൾ ഈ സർവ്വ ജപവും ധ്യാനവും ഭജനവും ഒക്കെ നമ്മൾ നടത്തുന്നതല്ലേ. ദക്ഷിണ കേരളത്തിലാണെങ്കിൽ ചെറുപഴത്തിന് പകരം ചെറുകായ തൊലി കളയാതെ വട്ടത്തിൽ നുറുക്കി വറുത്തതിന് പ്രചാരം കൂടുതലാണ്. ചടങ്ങുകളിലൊന്നും വലിയ വ്യത്യാസമില്ല. ബാക്കിയല്ല എട്ടങ്ങാടി നിവേദ്യം ദശപുഷ്പം ചൂടലെല്ലാം ഡിസ്ക്രിപ്ഷനിലെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഓരോ സമയത്തും ജപിക്കാനുള്ളത്. കാരണം നാളെ ഈ തിരുവാതിര നടക്കുന്നതിൻ്റെ നവവൃത സ്നാനമായതുകൊണ്ട് യജ്ഞത്തിൻ്റെ പരിസമാപ്തി ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് സമയമെടുത്ത് രാവിലെ എഴുന്നേറ്റാൽ ജപിക്കേണ്ടതുണ്ട്. ഈ നമ്മുടെ സത്സംഗത്തിൻ്റെ ചാനൽ ഓപ്പൺ ചെയ്യുക, ചാനൽ എടുക്കുക, അത് വയ്ക്കുക, അതിൻ്റെ കൂടെ ജപിക്കുക. ഉച്ചയ്ക്ക് ജപിക്കേണ്ടത് എന്തെല്ലാം ചിട്ടപ്പടി അങ്ങനെ 5 സമയത്തും ജപിക്കാനുള്ളത്. ഇത്രയൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അമ്മേ. ഒരു 100 തിരക്കില്ലേ ഇല്ലേ? പ്രത്യേകിച്ച് യജ്ഞത്തിൻ്റെ സമാപ്തി കൂടെയാണ്. ഇതിപ്പോൾ തന്നെ യജ്ഞത്തിന് ഒരു അരമണിക്കൂർ ഒന്ന് കണ്ണ് വെട്ടിച്ച് പുറത്ത് ചാടിയിട്ടാണ് നമ്മൾ ഈ സത്സംഗത്തിൻ്റെ ഇതെല്ലാം ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഓർമ്മിച്ചില്ലെങ്കിൽ ഇനി നാളെ പറയും, സാർ എന്നാലും ഓർമ്മിച്ചില്ലല്ലോ എൻ്റെ ഗുരുജി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമില്ലേ, എന്തിനാ ഇല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇത് വന്നത്. അതുപോലെ ഉച്ചഭക്ഷണത്തിന് ശേഷം പിന്നെ ഉറക്കം ഇല്ല. ഉച്ചഭക്ഷണം മോക്കുമുട്ട കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങാനേ പറ്റൂ. പിന്നെ തിരുവാതിരയില്ല, രോഹിണിയില്ല എന്ന് പറയുന്ന അവസ്ഥയാവും ഇല്ലേ? മകയിരം നാളിൽ ഊഞ്ഞാലിട്ട് കഴിഞ്ഞാൽ തിരുവാതിര കഴിയും വരെ ഒഴിവ് സമയങ്ങളിൽ അവിടെയൊക്കെ ഈ ഊഞ്ഞാലിടുന്ന പരിപാടി ഉണ്ടോ? ഈ മകയിരം നാളിൽ മകയിരത്തിന് ഊഞ്ഞാലിടുന്ന പരിപാടി ഉണ്ടോ? ആ മകയിരത്തിന് ഊഞ്ഞാലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടൊന്നും തെക്കൻ ഭാഗത്തൊന്നും ഈ ഊഞ്ഞാലിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉറങ്ങുന്നൊരു പരിപാടിയില്ല. അത് കഴിഞ്ഞ് സന്ധ്യയായാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ മഞ്ഞ് കൊള്ളുക, മഞ്ഞത്തിറങ്ങുക എന്നൊക്കെ പറയും. ഈ മഞ്ഞത്തിറങ്ങുക എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മമാര്, സുമംഗലിമാര്, കന്യകമാര്, നാമം ജപിക്കുന്ന അമ്മമാർ. അപ്പം പലരും ചോദിക്കും, സാറേ എൻ്റെ ഭർത്താവില്ല, എനിക്ക് തിരുവാതിര നോക്കാമോ? എന്ത് സംശയമേ? എന്താ ഇനിയിപ്പോൾ വരുന്ന ഭർത്താവിനെ ഇനിയിപ്പോൾ പോകുമ്പോൾ കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? അതൊന്നും പറ്റത്തില്ലല്ലോ ഇല്ലേ? ആ കാലമൊക്കെ പോയില്ലേ? നാമം ജപിക്കുന്ന ആർക്കും തിരുവാതിര വ്രതം എടുക്കാം. സാക്ഷാൽ മഹാദേവനാണ് നമുക്ക് നാഥനായിട്ടുള്ളത് ഇല്ലേ? മാത്രമല്ല ആഗമാനന്ദ സ്വാമികളൊക്കെ പറയുമ്പോൾ അവർക്കാണ് പ്രയോറിറ്റി, അവരെ എടുക്കണം ഇല്ലേ?
സന്തോഷത്തോടെ, മനസ്സ് സന്തോഷത്തോടെ ഇരിക്കാനാണ് ആചാര്യന്മാർ ഈ വ്രതങ്ങളും ക്രമങ്ങളും ഒക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ചിട്ടകളും ഇല്ലേ, വ്രതങ്ങളും ഒക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അത് തിരുവാതിര വ്രതമാണെങ്കിലും ശരി, ധനുമാസ ആർദ്രായതാണെങ്കിലും ശരി, എല്ലാം അതിനു വേണ്ടിയാണ് ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു വേർതിരിവൊന്നും നമ്മൾ ഒരിടത്തും വേണ്ട. അതിനകത്തൊന്നും വിഷമിക്കാൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി ഇല്ലേ. സ്വാമികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കാൻ ഇനിയിപ്പം നാട്ടുകാരുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട ഇല്ലേ. ഇത് കുറേ പേരുണ്ട്, ഭർത്താവ് ഇല്ല, ഭാര്യ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റപ്പെടുത്തി മാനസികമായി തകർത്ത് പീഡിപ്പിച്ച നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്ക് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ഇല്ലേ, ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളവർ ഐശ്വര്യമായിട്ട് അവർ തിരുവാതിര നോക്കട്ടെ. അല്ലാത്ത അമ്മമാരും ഇല്ലേ, അല്ലാത്ത അല്ലേ കുഞ്ഞുമക്കളും സഹോദരിമാരും ഒക്കെ സാക്ഷാൽ മഹാദേവൻ തന്നെയാണ് തനിക്ക് നാഥനായിട്ടുള്ളത് ഇല്ലേ എന്ന് ചിന്തിച്ച് ധൈര്യമായിട്ട് തിരുവാതിര ചൂട് വയ്ക്കൂ ഇല്ലേ. അതിൽ എന്ത് സംഭവിച്ചാലും ഒന്നും ഇല്ല, ഭഗവാന്റെ പ്രീതിയാണ് നമുക്ക് വേണ്ടത് ഇല്ലേ. അല്ലാതെ ഈ കുറ്റം പറയാൻ നിൽക്കുന്ന അമ്മാവനും അമ്മായിയും ഒക്കെ നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്താൻ നിൽക്കുന്നവരാണോ? എവിടെയെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ ഓടി വന്നോളൂ. തെക്കോട്ടും നടക്കാൻ സമ്മതിക്കത്തില്ല, വടക്കോട്ടും നടക്കാൻ സമ്മതിക്കത്തില്ല. കുറേ എണ്ണമുണ്ട് ബന്ധുക്കളെന്ന് പറഞ്ഞിട്ടില്ലേ ഇല്ലേ. നമ്മുടെ നാട്ടിൽ ആഫ്രിക്കയിൽ ഇല്ലേ. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഭർത്താവാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ശരി, രണ്ടുപേർക്കും ഒരുമിച്ച് വരാനും പറ്റത്തില്ല, ഒരുമിച്ച് പോകാനും പറ്റത്തില്ല. ഇപ്പം കല്യാണം ജനിച്ച 10-23 വയസ്സായപ്പോഴാണല്ലോ ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാൾ വന്നത്, അല്ലെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞ ഒരാൾ വന്നത് ഇല്ലേ. ഇനി തിരിച്ചു പോകുമ്പോഴും അപ്പോൾ വന്നതും കുറച്ച് ലേറ്റായിട്ടാണ്, തിരിച്ചു പോകുന്നത് ചിലപ്പോൾ ഒരാൾ നേരത്തെ പോകും, ഒരാൾ താമസിച്ചു പോകും. അല്ലാതെ ഇതെന്താ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്, ഒരുമിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങ് ഒരുമിച്ച് വരാനും ഒരുമിച്ച് പോകാനും ഇല്ലേ. അതിനൊക്കെ വ്യക്തമായിട്ട് മറുപടി പറയണം. ധൈര്യമായിട്ട് നമശിവായ ഉമാമഹേശ്വരായ നാമം ജപിച്ച് ധൈര്യമായിട്ട് തിരുവാതിര ചോളൂ, എന്താ സംഭവിക്കണമെന്ന് നോക്കാമല്ലോ ഇല്ലേ. സന്ധ്യയായാൽ മഞ്ഞത്തിറങ്ങുക എന്നൊരു ചടങ്ങുണ്ട്. ഈ അമ്മമാരും മംഗല്യ സ്ത്രീകളും കന്യകമാരും എല്ലാം മുറ്റത്ത് കൊളുത്തിവെച്ച ഭദ്രദീപത്തിന് മുന്നിലായിട്ട് ഗണപതിയെ സ്തുതിച്ചുകൊണ്ട് പാടുന്ന ഒരു പാട്ടിതാണ് ഇല്ലേ. ആ പാട്ട് അറിഞ്ഞുകൂടെങ്കിൽ ഇല്ലേ, മഞ്ഞത്തിറങ്ങുക എന്ന് പറഞ്ഞിട്ട് മഞ്ഞ കൊള്ളുക എന്നല്ല അർത്ഥമായില്ലേ. ആ പാട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. തുടുത്തൂടെ നല്ല കദളിപ്പഴം തുമ്പിക്കൈയൊക്കെ നിറച്ചു വെച്ചും തെരുതരേ വാരിയ മൃദു പെയ്യും തിരുവാഴ പിള്ളിൽ ഗണപതിയേ ജയ ജയ നഗകേതന തുടുത്തൂടെ നല്ല കദളിപ്പഴവും തുമ്പിക്കൈയിൽ നിറച്ചു വെച്ച് തെരുതരേ വാരിയ മൃദു പെയ്യും തിരുവാഴ പിള്ളിൽ ഗണപതിയേ എൻ്റെ ഗണപതി തമ്പുരാനെ ഞാനിതാ ശ്രീപാദം കൈ തൊഴുന്നേൻ, ശ്രീപാദം കൈ തൊഴുന്നേൻ, ശ്രീപാദം കൈ തൊഴുന്നേൻ. അപ്പോൾ ഇത് ഓരോ പ്രദേശത്തും ഇപ്പൊ ഇവിടെ തിരുവാഴപ്പള്ളിയിലായതുകൊണ്ട് തിരുവാഴപ്പള്ളിയിൽ എന്ന് പാടുന്നു ഇല്ലേ. ഓരോ ഇടപ്പള്ളിക്കാർക്ക് ഇടപ്പള്ളി ഗണപതിയെ എന്ന് പാടാം ഇല്ലേ. തുടുതൂടെ നല്ല കദളിപ്പഴവും തുമ്പിക്കൈയിൽ നിറച്ചിട്ട്, പാഠഭേദം നിറച്ചു വെച്ചെന്നുണ്ട്, ഏതുവാവാം, നിറച്ചിട്ട് വാരിയ മൃദു പെയ്യും തിരുവാഴ പിള്ളേ ഗണപതിയേ എൻ്റെ ഗണപതി തമ്പുരാനെ ഞാനിതാ ശ്രീപാദം കൈ തൊഴുന്നേൻ. ഇനി ഇത് മറ്റൊരു മട്ടിലും ഇത് ചൊല്ലാറുണ്ട് ഇല്ലേ. തുടുതുടേ നല്ല കദളിപ്പഴം തുമ്പിക്കൈയിലൊക്കെ നിറച്ചു വെച്ച് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വായ്പുര വീടും. തെരുതെരവാരി അമൃതുപയ്യം തിരുവാഴപ്പിള്ളിൽ ഗണപതിയെ രണ്ടാമത്തെ കുരവ. എൻ്റെ ഗണപതി തമ്പുരാനെ ഞാനിതാ ശ്രീപാദം കൈതൊഴുന്നേ. ജയ ജയ നഗകേതന ജഗദീപത്തെ ജയ ജയ നഗകേതന ജയ ജയ നഗകേതന
ജഗദീപത്തെ ജയ ജയ നഗവേദന. ഇത് ഒരു ഗണപതി സ്തുതി, ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇതറിയാത്തവർക്ക് നമ്മൾ സാധാരണ എല്ലാത്തിലും നമ്മൾ ചൊല്ലുന്ന ഗണപതി സ്തുതിയുമാവാം. ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ ജംബൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോക വിനാശകരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. നമാമി വിഘ്നേശ്വര പാദപങ്കജം. നമാമി വിഘ്നേശ്വര പാദപങ്കജം. പിന്നെ ഇവിടെയൊക്കെ ഭാഗത്ത്, ഇവിടെ അമ്മയുടെ ഒക്കെ വീട്ടിലാണെങ്കിൽ ഇല്ലേ, ഇവിടെ സ്ഥിരം ചൊല്ലി കേൾക്കുന്ന ആദ്യത്തെ ഇതെന്ന് പറയുന്നത് അമ്പിളിത്തെല്ല് ചൂടുന്ന ഒരു പാനയിലെ ഒരു ഒരു കീർത്തനമാണ്. പാന നമുക്ക് എളുപ്പമാണ്. പാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനപ്പാനയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വീടിൻ്റെ കുക്കറിൻ്റെ മുകളിൽ ഇരിക്കുന്ന, അടുപ്പിൻ്റെ മുകളിൽ ഇരിക്കുന്ന കുടവല്ല, ആ പാനയല്ല അല്ലേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന അമ്പിളിത്തെല്ലു മൗലിയിൽ ചൂടിടും തമ്പൂരാൻ തൻ്റെ വത്സല നന്ദനൻ എന്ന് പറഞ്ഞ് ഗണപതിയെ സ്മരിച്ചുകൊണ്ട് ചൂട് വയ്ക്കുന്ന ശിവനെ ആർദ്ദം. അമ്പിളിത്തെല്ലു മൗലിയിൽ ചൂടിടും തമ്പൂരാൻ തൻ്റെ വത്സല നന്ദനൻ കൊമ്പങ്ങുള്ളോനു ഉണ്ണി ഗണേശനെ മുമ്പിലെന്ന വണങ്ങുന്നേരം തുമ്പപ്പൂവിട്ടു പൂജിക്കാം നിന്നെ ഞാൻ ഇമ്പം ചേർത്തിടും നൈവേദ്യമർപ്പിക്കാം എമ്പൂരാനിൻ കുമ്പിടാം നിൻ തിരുവടി മുമ്പിലേ എന്ന് പറയുന്ന ഇതാണ്. ഏത് പാട്ടും ആവാം ഇല്ലേ. ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ ഇല്ലേ. ശ്രീ വസുദേവനും. ഞാനിങ്ങനെ ഈ ഇന്നിപ്പോൾ ഇത് പറയണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ ഞാനിങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു. നമ്മൾ ഒരുപാട് പാട്ടുകളുണ്ട് അതിനകത്ത്. അതിനകത്ത് ഈ നളൻ ഒരു സ്വാഗതം പറയുന്ന ഭാഗമുണ്ട്. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയതില്ല. കൊണ്ടിന നായക നന്ദിനിക്കത്തോരോ പെണ്ണില്ല മണ്ണിലെന്നു കേട്ടു മുന്നേ വിണ്ണിലുമില്ല ന്യൂനം അന്യലോകത്തിങ്കലും എന്നു വന്നിതു നാരദേരിതം നിനയ്ക്കാൻ എന്ന് പറയുന്ന ഒരു കഥകളിപ്പതുകൊണ്ട് യാമി യാമിയുണ്ട്. പിന്നെ യാമി യാമി ഈ സുന്ദരബ്രാഹ്മണൻ ദമയന്തിയോട് പറയുന്നതാണ്. അത് പിന്നെ വളരെ പ്രശസ്തമാണ്. അത് കോട്ടക്കൽ മധുവട്ടനൊക്കെ പാടുന്ന കേട്ട് നമ്മൾ വളർന്ന ഒരു ശീലമുണ്ടെങ്കിൽ എന്തൊരു സൗന്ദര്യമാണ് ആ പാട്ടിന് ഇല്ലേ, ആ പാട്ടെന്ന് പറയാം കഥകളി പദത്തിന്. അതുപോലെ ദമയന്തിയുടെ സഖി കേശിനി ദമയന്തിയോട് പറയുന്ന ഒരു പദമാണ് ഞാൻ ആലോചിക്കുന്നത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ദമയന്തിയുടെ സഖി കേശിനി എന്ന് പറയുന്ന കേശിനി ദമയന്തിയോട് പറയുന്നൊരിതുണ്ട്. അതിൻ്റെ അവസാനം എനിക്ക് ഓർമ്മയുണ്ട്. പോന്നു തേരിലൊതുങ്ങി പൂനിര കണ്ടു മങ്ങി അവമർദ്ദനം തുടങ്ങി. ട്യൂണിതല്ല, ഞാൻ എൻ്റെ വരി പറയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അത് അയ്യോ, പിന്നെ ദമയന്തി നമ്മളോട് പറയുന്നത് സാമ്യമകന്നോരുദ്യാനം. സാമ്യമകന്നോരുദ്യാനം. അതുപോലെ നളൻ ഹംസത്തോട് ദൂത് പോവാൻ പറയുന്നത്. ഹംസദൂതിലുണരും നളഹൃദയ താളമോടെ തേടുന്നതൂതി. അത് വളരെ പ്രശസ്തമായ ഒരു വരിയാണ്. പ്രിയമാനസ നീ പോയി വരേണം, പ്രിയയോടൻ്റെ വാർത്തകൾ
ചൊൽവാൻ പ്രിയമാനസാ നീ പോയി വരേണം പ്രിയയോടൻ വാർത്തകൾ ചൊല്ലാൻ. പിന്നെ അതുപോലെ അത് ഹംസം ദമയന്തിയോട് പറയുന്ന വലിയ നല്ലൊരു ശ്ലോകമുണ്ട്. ഹംസം ദമയന്തിയോട് അത് തുടങ്ങുന്ന എങ്ങനെ അങ്കന. ഈ മൺചിത്രത്താഴ് കണ്ടതിന് ശേഷം ഏത് അങ്കനാന്ന് തുടങ്ങുന്നത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മൗലേ അത് പോവും. ഇതങ്ങനെയല്ല. അങ്കന അങ്കന മൗലേ ബാലേ ആശയന്തയേ എങ്ങനെ നീ പിടിക്കുന്നു ഗഗനചാരിയാം എന്നെ. പിന്നെ ഈ കാർക്കോടകന്റെ നിലവിളിയുണ്ട്. സാധാരണ നമ്മളത് കഥകളി ഈ തിരുവാതിര ചൂടായിട്ട് എടുക്കില്ല. കാരണം തിരുവാതിര ചൂടായിട്ട് നമ്മൾ ഈ കഥകളി പദങ്ങൾ പലതും നമ്മൾ തിരുവാതിര ചൂടെടുക്കുന്നത് മംഗളകരമായ ഭാഗങ്ങളാണ്. ഈ കാട്ടുതീയിൽപ്പെട്ട കാർക്കോടകന്റെ ഒരു നിലവിളിയുണ്ട്. കാർക്കോടകൻ നിലവിളി അന്തികേ വന്നിടണം മഴലേ നീ തീർത്തിടണം. പ്രശസ്തമായ ചുവടാണ് തിരുവാതിര ചുവടാണ്. കഥകളിപ്പദമാണ് തിരുവാതിര ചുവടായിട്ട് എടുക്കാറുണ്ട്. പക്ഷേ ഈ പ്രായമുള്ള അമ്മമാരൊക്കെ പറയും ഈ കാർക്കോടകന്റെ നിലവിളിയാണോ ഈ തിരുവാതിര രാത്രിയിൽ. പറഞ്ഞു എന്നേ ഉള്ളൂ, ഇങ്ങനെയും ഒരു പദമുണ്ടെന്ന്. അതുപോലെ തന്നെ കാർക്കോടകന്റെ നളൻ കാർക്കോടകനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. കത്തുന്നാവനീ മധ്യഗനായന ചത്തുപോമീ വീടേ നീ നിനക്കൊണ്ട ചപം കൊണ്ടോ ചതി കൊണ്ടോ ചപലം കൊണ്ടോ എന്ന് പറയുന്ന അല്ലേ ഇതൊരു. പിന്നെ അത് ഉത്തരനോട് അന്തപുരത്തിലെ സ്ത്രീകൾ പറയുന്നതാണ്. വിരവിരടകു മറവേബു. വളരെ പ്രശസ്തമായ ഒരു ഭൂമിയാണ് ഇത്. ഈ വല്ലഭാശൃണു വചനം എന്ന് പറയുന്ന വേറൊരു ഒരു പ്രശസ്തമായതാണ്. വല്ലഭാശൃണു വചനം വസവസുനോ മല്ലീസായക സുന്ദര. സതീദേവി പരമേശ്വരനോട് ദക്ഷയാഗം നടക്കുമ്പോൾ പറയുന്ന ഒരു പ്രശസ്തമായ പദമുണ്ട്. ഞാൻ ഈ പദങ്ങളൊക്കെ എന്തിനെടുത്തെടുത്തെടുത്ത് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ചിലപ്പം മനസ്സിൽ കിടക്കുന്ന പദങ്ങളായിരിക്കും. ഒന്ന് കേട്ടു നോക്കിയാൽ ഇതൊക്കെ തിരിച്ചു കിട്ടും ഇല്ലേ. മമത ഈ പലതുമൊക്കെ ഈ എഴുതി വെച്ചേക്കുന്ന ബുക്ക് ഈ അപ്പോഴത്തെ സൗകര്യത്തിനൊക്കെ നമ്മൾ പലതും ഷോർട്ട് ഫോമിലൊക്കെ എഴുതി വെക്കും. പിന്നെ ഇപ്പൊ അമ്മമാരോടൊക്കെ ഇതൊക്കെ പറയണം എടുക്കണം എന്ന് പറയുമ്പോഴാണ് പലതും നമ്മൾ കുറച്ചുകൂടെ വിസ്തരിച്ച് എഴുതി വയ്ക്കാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നത് അല്ലേ. അപ്പോൾ സന്തോഷത്തോടെ ആനന്ദത്തോടെ. അപ്പോൾ യജ്ഞം നാളെ രാവിലെ, നാളെ ഉച്ചയ്ക്ക് മുമ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, നാളെ സമാപിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനകൾക്കും നന്ദി ഇല്ലേ. പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂരിനടുത്ത് പ്രക്കാനം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇടനാട് ദേവീക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ് ശരിക്കും യജ്ഞം നടക്കുന്നത്. അവബൃദ്ധ ഘോഷയാത്ര നാളെ. ഇനിയിപ്പോൾ നാളെ ഈ പല അമ്മമാരുടെയും പരിഭവമൊക്കെ കണ്ടു കേട്ടോ. പരിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് കാണാൻ പറ്റിയില്ല. ലൈവ് നമുക്കിവിടെ നെറ്റ് കണക്ടിവിറ്റി ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നെറ്റ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്ന് പറഞ്ഞാൽ മൂന്നാണ് കേൾക്കുന്നത്. എയർടെൽ കിട്ടുന്നിടത്ത് BSNL കിട്ടില്ല, BSNL കിട്ടുന്നിടത്ത് വോഡഫോൺ കിട്ടില്ല. അങ്ങനെ അല്ലേ റേഞ്ച് നെറ്റിനൊക്കെ ഭയങ്കര പരിമിതി. ഇല്ലെങ്കിൽ അങ്ങനെ വിഷമിപ്പിക്കുമല്ലേ സന്തോഷത്തോടെ. അപ്പോൾ നാളെ ഇതിപ്പോൾ യജ്ഞം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ യാത്രയാണ്. നേരെ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോയാലേ പറ്റുള്ളൂ. കാരണം മിഡ് നൈറ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ പിന്നെ ഓപ്ഷൻസ് ഇല്ല അങ്ങോട്ടേക്ക്. അപ്പോൾ അവിടെയാണെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പലരും എന്ത് നമ്പറെന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് നമ്പർ ചോദിക്കുന്നുണ്ട്. ഈ വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണ്. ഈ 9961251423 ഇതിനകത്തേക്ക്
വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് എനിക്ക് തോന്നുന്നു ഡസൻ മേക്ക് എനി ഡിഫറൻസ് അറ്റ് ഓൾ. ഇവിടെയോ അവിടെയൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ സന്തോഷത്തോടെ പോയിട്ട് വരാം കേട്ടോ. ഇല്ലേ, അവിടെ ഒന്ന് പറ്റിയാൽ എന്താണെങ്കിലും നാമസങ്കീർത്തനം എവിടെയാണെങ്കിലും നാമസങ്കീർത്തനം പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാമസങ്കീർത്തിച്ച ലൈവ് വരാൻ പറ്റിയില്ലെങ്കിലും അതാത് ദിവസം ഷെയർ ചെയ്യാനുള്ളതൊക്കെ ഷെയർ ചെയ്ത് തരാം. ഹരി 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 ബോൾ രാധേ 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 ശ്യാം. അപ്പം ആ പ്രേമത്തോടെ ആനന്ദത്തോടെ തിരുവാതിര ചോട് വയ്ക്കുകയല്ലേ. ജയ ജയ നഗകേതന ജഗതീപത്തെ ജയ ജയ നഗകേതന.